എല്ലാവർക്കും സൈദു കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല നാടൻ ബീഫ് കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സവാള വേണം. ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ഒരു 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പിടി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. എനിക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തേക്കുന്നത്. നമ്മൾ കറിക്ക് എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ കറി ഞാൻ തയ്യാറാക്കുന്നത് കുക്കറിനകത്താണ്. കുക്കറിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ചോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒരുപാട് ചേർക്കരുത്, ഒരു പിഞ്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നീട് നമുക്കിതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കാം. ഒരു 3 ഏലക്കയും ഒരു കഷ്ണം പട്ടയും 3 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി തക്കാളിയും ഇഞ്ചിയും. ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വേറെ വേറെ ഇടേണ്ട കാര്യമൊന്നുമില്ല, ഒരുമിച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാനൊരു പാനിനകത്തോട്ട് ഒരു 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. അതാകുമ്പോൾ എരിവും കുറവായിരിക്കും, നല്ല കളറും കിട്ടും കറിക്ക്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്കോട്ട് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു പച്ച കുത്തൊക്കെ മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. അത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് ചൂടാക്കിയെടുക്കാൻ. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കുകയും ചെയ്യരുത്. ഇത് ഞാൻ ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തതാണ്. കണ്ടോ, ഇതിൻ്റെ കളർ ഒന്നും ചേഞ്ച് ആയിട്ടില്ല. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചൂടാക്കിയെടുക്കാൻ. ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വരെ ഉള്ളി വാട്ടിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കറി അത്ര ടേസ്റ്റ് വരത്തില്ല. നന്നായിട്ട് ഉള്ളി വാട്ടിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന പൊടികൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ എണ്ണയ്ക്കകത്ത് എടുത്ത് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒരു 2 മിനിറ്റെങ്കിലും നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഈ പൊടികൾ ഒന്നും കൂടെ ഒന്ന് ചൂടായി വരും. പൊടികളെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നല്ലതുപോലെ ഇളക്കിയെടുക്കുക. മസാലയൊക്കെ ബീഫിലാവുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുക്കർ നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക. വെയിറ്റ് ഇടണ്ട, ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇറച്ചിക്കകത്തുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, ബീഫിനകത്തുള്ള വെള്ളമാണ് ഇത് കിടക്കുന്നത്. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് കിടന്നിട്ട് തന്നെ ഇതുപോലെ വേവിച്ചെടുക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നീട് ഇനി നമുക്ക് ചെയ്യേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരു 1.5 കപ്പ് ചൂടുവെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിനകത്ത് പ്രഷർ വരുമ്പോൾ നമ്മൾ വെയിറ്റ് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കുക്കർ ഒന്ന് തുറന്ന് നോക്കാം.
ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി അത്രേ വേണമെന്നുള്ളൂ, ഒന്നൊന്ന് തിളപ്പിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തിളച്ച് കിട്ടും. ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലത്തെ രീതിയിൽ തന്നെ നിങ്ങൾ ബീഫ് കറി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. ഈ രീതിയിലൊന്ന് കറി വെച്ചിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.